കൃഷിക്കാരുടെ ഏറ്റവും വലിയൊരു തലവേദനയാണ് ഈ ചെടികൾ, പച്ചക്കറികൾ ഇല ചാരനിറമായിട്ട് വരുന്നു. സാധാരണ പച്ചക്കറികളുടെ ഇലയൊക്കെ നല്ല പച്ച നിറത്തിലല്ലേ വരേണ്ടത്, ഹരിത നിറത്തിൽ. പക്ഷേ ചില ചെടികളൊക്കെ ഈ ചാരനിറത്തിലെ ഇലകൾ വരുന്നു. കണ്ടോ, ഈ ഇലകളൊക്കെ ചാരനിറത്തിലാണ് വരുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മഗ്നീഷ്യത്തിൻ്റെ കുറവാണ്. മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇതെല്ലാം ചാരനിറത്തിൽ വരുന്നത് ഇലകൾ. കണ്ടോ, ഈ മഗ്നീഷ്യം കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ചാരനിറത്തിൽ ഇലകൾ വരും. വന്ന ഉടനെ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ആ ചെടി നശിച്ചു പോകും. പിന്നെ മഞ്ഞ കളർ വരും, പിന്നെ അത് നശിച്ചു പോകും. അപ്പോൾ ഈ മഗ്നീഷ്യത്തിൻ്റെ കുറവ് വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയുന്നത്. മഗ്നീഷ്യം സൾഫേറ്റാണ് ഇതിന് കൊടുക്കേണ്ടത്. ഈ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്ക് കപ്പാസിറ്റി കൂടും. സൂര്യപ്രകാശം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കൂടും. അപ്പോൾ ആ ഇലകൾ ധാരാളം സൂര്യപ്രകാശം വലിച്ചെടുത്ത് ഹരിതകമാക്കി മാറ്റി ചെടിക്ക് ഉണർവും ഉന്മേഷവും നല്ല കായ്ഫലം ഉണ്ടാകാനുള്ള ആരോഗ്യം ഒക്കെ ഉണ്ടാകും. ഇതിപ്പോൾ സൂര്യപ്രകാശം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ഇലകൾക്ക് വലിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഞാനത് നിങ്ങളുടെ മനസ്സിലിരിക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇഷ്ടം പോലെ വായുവുണ്ട്. ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണെങ്കിലും ആവശ്യത്തിന് വായു നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. ഈ വായു നമുക്ക് വലിച്ചെടുക്കണമെങ്കിൽ ലങ്സിന് കപ്പാസിറ്റി വേണം. നമ്മുടെ ശ്വാസകോശത്തിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ വായു വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് വലിച്ചെടുത്ത് കൾച്ചർ ചെയ്ത് അതിൽ നിന്ന് ഓക്സിജൻ എടുത്തിട്ട് ബാക്കി നൈട്രജനും ഹൈഡ്രജനും ഹീലിയം ഒക്കെ നമ്മൾ പുറത്തേക്ക് കളഞ്ഞിട്ട്, കാർബൺ ഡയോക്സൈഡും ഒക്കെ പുറത്തേക്ക് കളഞ്ഞിട്ട് ഓക്സിജൻ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ലങ്സിന് കപ്പാസിറ്റി വേണം. അപ്പോൾ കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അവർ മറ്റേ ഫേസ് ക്യാപ്പ് വയ്ക്കുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഓക്സിജൻ വലിച്ചെടുക്കുന്നു നമ്മൾ. അതേ സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത്. ഇലകൾക്ക് ഈ ഓക്സിജൻ നമ്മുടെ സൂര്യപ്രകാശം വലിച്ചെടുത്ത് ഹരിതകമാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരുന്നു. അതിനാണ് നമ്മൾ ഈ സൾഫേറ്റ് കൊടുക്കുന്നത്, എന്നുവെച്ചാൽ മഗ്നീഷ്യം സൾഫേറ്റ്. ഈ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് എപ്സം സോൾട്ടാണ്. സാധാരണ കൃഷിക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ് എപ്സം സോൾട്ട്. ഇതിനകം നിങ്ങൾ എൻ്റെ പല വീഡിയോയിലും എപ്സം സോൾട്ടിനെ പറ്റി പറഞ്ഞിട്ടുമുണ്ട്, അത് ഉപയോഗിക്കുന്ന രീതി കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ എപ്സം സോൾട്ട് വളരെ കുറച്ചേ കൊടുക്കാവൂ. അതിന് വില കുറവാണ്, 30 രൂപയാണ് 1 കിലോയ്ക്കുള്ളത്. അതിൽ നമ്മളൊരു ശകലം മാത്രമേ എടുക്കാവൂ. ഞാനത് കാണിച്ചു തരാം എത്രയാണെന്ന്. ഇതാണ് എപ്സം സോൾട്ട്. ഇത് രാസവളമല്ല കേട്ടോ, ഇത് നമ്മുടെ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു പാറയാണ്, ഉപ്പുപാറ. ഇതിൽ 6 ഗ്രാമാണ് വേണ്ടത്. 3 ഗ്രാമാണിത്. ഇനി ഒരു 3 ഗ്രാമും കൂടി ഇട്ട് കൊടുക്കുക. 1 ലിറ്റർ വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിന് 1 കിലോയ്ക്കാണ് ഈ പറയുന്ന 30 രൂപ. ഇപ്പം 3 രൂപ വരും ഒരു 100 ഗ്രാമിന്. അപ്പോൾ ഇതിൻ്റെ വില അറിയാമല്ലോ. നമ്മളിതിന് ഒരു 2 പൈസയാണ് ഒരു ചെടിക്ക് ആവശ്യമുള്ളൂ. 2 പൈസയുടെ ചിലവേ ഉള്ളൂ. ഇതൊരല്പം കൂടിക്കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോകും. അത്ര എഫക്റ്റ് ഉള്ളതാണിത്. ഇത് നമുക്കിനി ഇത് 3 എണ്ണത്തിനും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 300 ചില്ലാനും ml. ഇനിയിപ്പോൾ ഇതൊരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഇലകൾ നല്ല പച്ച നിറമായിരിക്കും. വേറെ ഒരു കേടും ഇതിനില്ല. കണ്ടോ, ഇപ്പോഴും ഇഷ്ടംപോലെ പൂവ് കുത്തുന്നുണ്ട്, ഇതിൽ കായകളുണ്ടാകുന്നുണ്ട്.
മറ്റു കുരുടിപ്പോ അല്ലെങ്കിൽ വേറെ ദോഷങ്ങളൊന്നുമില്ല. ഈ ചാരനിറം ഇലകൾക്ക് വരുന്നു, ആ ഒരു കേട് മാത്രമേ ഇപ്പോൾ ഇതിനുള്ളൂ. ചെടികൾക്ക് വേണ്ട വളത്തിൻ്റെ ആവശ്യം അറിഞ്ഞ് നമ്മൾ വളപ്രയോഗം നടത്തുക. അല്ലെങ്കിൽ കൂടുതൽ വളം ഇട്ട് കൊടുത്തുകൊണ്ടൊന്നും ചെടി നന്നാവില്ല, നമ്മുടെ പൈസ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വീഡിയോകൾ കിട്ടാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും. അതുപോലെ പരമാവധി പേർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.